വൈകുന്നേരം ആയപ്പോൾ ഞാനും അൻവിയും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തലുള്ള മുരാരിയുടെ അമ്പലത്തിലാണ് പോയത്. അൻവി അംഗൻവാടി പോയിട്ട് വന്നതിന് ശേഷം അവനെ കുളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ആനയുണ്ട് കേട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവനെ അവിടെ ഇരുത്തിയിട്ട് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ചുറ്റും നടന്നിട്ട് വേണം കേട്ടോ നമ്മൾ നാലമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ താലം വാങ്ങാനുണ്ട്, അതായത് വെണ്ണ, ചന്ദനത്തിരി, നെയ്യ്, പിന്നെ കർപ്പൂരം, തുളസിമാല, ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ച് പൂജിച്ച് അർച്ചനയെ കഴിപ്പിച്ച് ഞാനും അൻവിയും കൂടെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ചെണ്ട, പുറത്തോട്ടുള്ള ചെണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഞാൻ കേൾപ്പിച്ച് തരാം. കേട്ടോ, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നമ്മുടെ മനസ്സിലൊക്കെ എന്നും ഇങ്ങനെ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ, നല്ലൊരു ഫീലിംഗാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വൈബാണ്, അമ്പലത്തിൻ്റെ ഒരു വൈബ് നമുക്കപ്പോൾ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അൻവിയും കൂടെ പുറത്ത് നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇത് ക്രീം പപ്സാണ് കേട്ടോ. അപ്പോൾ അവന് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ഫ്രൂട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നല്ല രണ്ടെണ്ണം. ചേച്ചിയുടെ മോനുണ്ട്, അവനും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആപ്പി ഫിസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതും കൂടെ മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയും പപ്സും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, കാരണം രാത്രി അതിലേക്ക് കറി ഉണ്ടാക്കണമായിരുന്നു. അപ്പം കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് പോയട്ടോ. അപ്പോൾ എന്താ നമ്മളിന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. അപ്പം നല്ലപോലെ കഴുകണം. ഇത് നല്ലപോലെ കഴുകിയിലുണ്ടെങ്കിൽ ആ സാമ്പാറിൻ്റെ ആ കുത്തൽ ചെവ വരും കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, പറഞ്ഞാൽ നല്ല വൃത്തിക്ക് കഴുകും. അതിൻ്റെ ആ അഴുക്ക് മൊത്തം പോയി പതയും എല്ലാം പോകുന്നത് വരെ നല്ലപോലെ കഴുകും. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 2-3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വേവിക്കട്ടെ. എനിക്കിങ്ങനെ വെന്തുടയണം, അതിങ്ങനെ ആ സാമ്പാർ പരിപ്പായിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. നല്ല വെന്തുടയണ പോലെ നമ്മുടെ കുക്കറിനൊക്കെ അനുസരിച്ച് ഒരു 5-6-7 വിസിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല വെന്തുടഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജീരകവും പൊട്ടിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഉടച്ചിട്ട് ഇത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് റെഡിയാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം പോലെ വെച്ചിട്ടുണ്ട്, നാളത്തെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെറ്റാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ ഇതും മുട്ടയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അൻവിയെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.